അങ്ങനെ ബ്രോമാൻസ് എന്ന് പറഞ്ഞ പടം കണ്ടു. ഇപ്പോൾ OTT റിലീസ് ആയിട്ടുണ്ട്. തിയേറ്ററിൽ ഞാൻ കണ്ടിട്ടില്ല, മിസ്സാക്കി. സോ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഫുള്ളായി ഒരു ഓക്കേഷ് മൂവി എന്നേ പറയാനുള്ളൂ. ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പടം നിങ്ങൾക്ക് പറയാനൊന്നുമില്ല. ഒരു ഹൈലി മൂവ്മെൻ്റ് ഒന്നും ഈ പടത്തിൽ അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. ഫുള്ളി എന്താ പറയുക, ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് സിനിമ പോകുന്നത്. സോ ഈ പടത്തിൻ്റെ പേസിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഒരു പോക്ക് ഭയങ്കരമാണ്. ബോറടിയോ കാര്യങ്ങളൊന്നുമില്ല. പടം ഫുള്ളി നോക്കിയാൽ പടത്തിൻ്റെ ഒരു എയിം ഉണ്ട്. തുടക്കം തൊട്ട് അവസാനം വരെ എവിടെ എത്തുന്നത് നമുക്ക് എന്തായാലും മനസ്സിലാവും. സോ പടത്തിൻ്റെ സിമ്പിൾ പ്ലോട്ട് എന്ന് പറയാൻ മാത്യു തോമസിൻ്റെ ബ്രദറിനെ കാണാണ്ടാവും. സോ മൂപ്പരെ കണ്ടുപിടിക്കാൻ കുറച്ച് ടീമും കാര്യങ്ങളായിട്ട് നടക്കുന്നു. അത്ര കഥ സിമ്പിളായിട്ട് പറയാനുള്ളൂ. സോ അത് ഒരു ഭയങ്കര എക്സാജർ ആയിട്ടുള്ള രീതിയിൽ നല്ല കാസ്റ്റും ക്രൂവും കൊണ്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഇത് ഓവർ ഡോ ടോപ്പാണ് ക്യാരക്ടേഴ്സ് ഒക്കെ. എസ്പെഷ്യലി മാത്യു തോമസ് എല്ലാം പറയുമ്പോൾ ഒരു ചൂടൻ ക്യാരക്ടറാണ്. ഫസ്റ്റൊക്കെ മൂപ്പരെ പെർഫോമൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ മൂപ്പര് ഒരു ആംഗ്രിയും കാര്യങ്ങളിലും ഭയങ്കര പെർഫോമൻസ് ഓവർ ടോപ്പ് ആക്കിയിട്ടെല്ലാം തോന്നി. അതേപോലെ തന്നെ അർജുൻ അശോകൻ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത വെറുപ്പിക്കലാണ്. ഒരു സെക്കൻഡ് ഹാഫിൻ്റെ കുറച്ച് അങ്ങോട്ടേക്കെല്ലാം എത്തിക്കഴിഞ്ഞാൽ മൂപ്പര് വെറുപ്പിക്കലിൻ്റെ ഘോഷയാത്രയാണ്. എനിക്ക് കുറച്ച് മാന്യത തോന്നിയൊരു ക്യാരക്ടർ ഷാജോനാണ്. ഷാജോൻ്റെ ക്യാരക്ടർ അടിപൊളി തന്നെയായിരുന്നു. മൂപ്പരെ ക്യാരക്ടർ ഒരു കൂട്ടത്തിൽ കുറച്ചും കൂടി ഒരു മാന്യത ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഏകദേശം അത്യാവശ്യം നല്ലോണം വെറുപ്പിച്ചിട്ടുണ്ട്. പിന്നെ അമൽ ഡേവിസും കുഴപ്പമില്ല. അമൽ ഡേവിസ് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോയ പോലെ എനിക്ക് തോന്നി. നമ്മൾ സംഗീത് പ്രതാപ് മൊത്തത്തിലൊരു ഓക്കേഷ് മൂവി, ഒരു വൺ ടൈം വാച്ചബിളായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഒരു ഹൈ മൂവ്മെൻറ്റോ കാര്യങ്ങളോ എവിടെയും കിട്ടിയിട്ടില്ല. ലാസ്റ്റ് ഒരു അവഞ്ചേഴ്സ് എൻ ഗെയിം പോലെ ഇവർ വെച്ചിട്ടുണ്ട്. അതും ഭയങ്കര ഓവറാക്കിയിട്ട് തന്നെ വെച്ചിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചിട്ടുള്ള അർജുന അശോകനാണ്. മൂപ്പരെ ഒരു സിനിമയിൽ ഇത്രയും വെറുപ്പിച്ചിട്ട് ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അമ്മാര് വെറുപ്പിക്കലായിരുന്നു. തുടക്കം തൊട്ട് ഒരു ഫസ്റ്റ് ഹാഫിലുള്ള ഒരു പേസിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ഫൺ രീതി തന്നെ സാധനം പോയത്. ഫസ്റ്റത്തെ കോമഡീസും കാര്യങ്ങളും നല്ലീകരണം കണ്ടേ. പിന്നെ അങ്ങോട്ടേക്ക് ഒരു എക്സാജറേറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓവർ ടോപ്പായിട്ട് തോന്നിയതിനെ കൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു സാധനം കിട്ടുന്നില്ല. സോ ആ സാധനം മിസ്സാകുന്നുണ്ട് കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ. ടോട്ടലി നോക്കുവാണെങ്കിൽ ഒരു പ്രാവശ്യം കാണാൻ പറ്റിയ ഒരു ആവറേജ് മൂവായിട്ട് ഫീൽ ചെയ്തു. സോ അത്രയും ബ്രോമാൻസിനെ പറ്റി പറയാനുള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഒരു വട്ടം കാണാൻ പറ്റിയ ഒരു ഓക്കേഷ് മൂവി.